നമ്മുടെ ഓഫീസിലോ വർക്ക് സ്പേസിലോ ഇനി അതല്ലെങ്കിൽ വീട്ടുജോലികളിലോ എവിടെയുമാവട്ടെ, നമ്മൾ ഒരു കാര്യം തുടങ്ങുന്നു, അത് പൂർത്തീകരിക്കാതെ വേറെ ഒന്നിലേക്ക് പോകുന്നു. ആ സമയത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നു, അപ്പോൾ നമ്മൾ മെസ്സേജ് നോക്കാൻ വേണ്ടി പോകുന്നു. അതിനിടയ്ക്ക് ഒരു കോള് വരുന്നു, അത് അറ്റൻഡ് ചെയ്ത് അപ്പോൾ നമ്മൾ വേറെ ഒരു കാര്യത്തിലേക്ക് ഡൈവേർട്ടായി പോകുന്നു. അതേക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഇരിക്കുന്നു. അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും തുടങ്ങുകയും ഒന്നും പൂർത്തീകരിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ടായി പോവുകയും അങ്ങനെ നമ്മുടെ മണിക്കൂറുകളും ആഴ്ചകളും ദിവസങ്ങളുമൊക്കെ വേസ്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും മികച്ച ഒന്നാണ് ടച്ച് ഇറ്റ് വൺസ്. ടച്ച് ഇറ്റ് വൺസ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴാണോ അത് പൂർണ്ണമായി ചെയ്തു തീർക്കാൻ ഓക്കെ ആവുന്നത് അതിനനുസരിച്ചു മാത്രം ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ ഓഫീസിലെത്തുമ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് എന്ന് നോക്കി ഓരോന്നും പ്രിയോറിറ്റൈസ് ചെയ്ത് അതിനനുസരിച്ച് ലിസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് തുടങ്ങുക. നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഇമെയിൽ വരുന്നു, നമ്മൾ അത് വായിക്കാൻ പോകുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു സമയവും ഇഫക്റ്റീവ് ആയിരിക്കില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും, വീട്ടുജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഫോൺ വരുന്നു, അത് അറ്റൻഡ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ചർച്ചകളിലേക്ക് പോകുന്നു. അങ്ങനെ അങ്ങനെ നമ്മുടെ ഒരുപാട് സമയം ഓരോ ആഴ്ചയിലും നമുക്ക് വേസ്റ്റ് ആവും. അതൊഴിവാക്കാൻ നമ്മൾ ഓരോന്നും പ്രിയോറിറ്റൈസ് ചെയ്ത് അതിന് അനുവദിക്കേണ്ട സമയം എത്രയാണെന്ന് നോക്കിയിട്ട് അതുണ്ടാവുമ്പോൾ അത് ചെയ്യുകയും കാര്യങ്ങളെ ഈ ടൈം അനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുക. ഒരു തവണ ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ടച്ച് ഇറ്റ് വൺസ്. പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ മാത്രം അത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറുകളെയും ഇഫക്റ്റീവായി ഉപയോഗപ്പെടുത്താൻ കഴിയും. മികച്ച റിസൾട്ടും ഉണ്ടാവും. താങ്ക് യു.